നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ചർച്ച രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ന് അവസാനത്തെ നമ്മുടെ പര്യടനത്തിൻ്റെ ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ 3 മേഖലയിലുള്ളവർ, ഇല്ലെങ്കിൽ 3 പറയാൻ പറ്റത്തില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി, 2020, ഇങ്ങനെ കുറേ അവരെല്ലാവരുടെയും സമാപന ദിവസമാണ് ഇന്ന്. നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷനാണ്. നമ്മൾ കാത്തിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ വരുന്നു. പക്ഷേ നമ്മൾ വോട്ടിടുമ്പോൾ, വോട്ട് നമ്മുടെ മൗലിക അവകാശം തന്നെയാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്കിടാം. പക്ഷെ ഇടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കുന്ന, വോട്ടിട്ട് വിജയിപ്പിക്കുന്ന ഇവർ നമുക്ക് എത്രമാത്രം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു, പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നു, ഇല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യവും ജനാധിപത്യ നാടെന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഇതിനകത്തുണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മണിപ്പൂർ ഇന്ത്യക്കകത്തല്ലേ വരുന്നേ? ഡൽഹി ഇന്ത്യക്കകത്തല്ലേ? കേന്ദ്രത്തിൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റാവട്ടത്ത് കാണുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന അഴിമതിയും കൊള്ളയും അക്രമങ്ങളും ആര് വഴിയാണ് നടക്കുന്നത്? അവരറിയാതെ പോയതാണോ? നമ്മുടെ ക്രിസ്ത്യാനികളെ തുരത്തുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന, ഇല്ലെങ്കിൽ അവരുടെ കോളേജുകൾ, കലാലയങ്ങൾ എല്ലാം റദ്ദാക്കിക്കൊണ്ട് മണിപ്പൂരിൽ നടന്ന കലാപം നമ്മൾ മറന്നു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കൂട്ടബലാത്സംഗം ചെയ്തും വീടുകൾ കത്തിച്ചും അതുപോലെ തന്നെ ഒരുപാട് എടുത്തു പറയത്തക്കണം. ഇതൊന്നും ശരിയാക്കാൻ പറ്റാത്ത ഇവന്മാരാണോ വീണ്ടും കയറി ഭരിച്ചിട്ട് നല്ലത് ചെയ്യാൻ പോകുന്നത്? അത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് ഒന്ന് പോയി നോക്കാൻ പോലും കൂട്ടാക്കാത്ത ഇവന്മാർക്കാണോ നമ്മൾ വോട്ടിടേണ്ടത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ മീനിനിട്ട് വലിയ മീനെ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. ഇപ്പോൾ മുടക്കമുള്ള കുറച്ച് നമ്മുടെ പെൻഷൻ കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർ അവർ മയങ്ങിപ്പോകുമെന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലുമില്ല. പെൻഷൻ ഇന്ന് ആദ്യമായിട്ടല്ല അവർക്ക് കിട്ടുന്നത്, മുൻകാലങ്ങളിൽ തൊട്ടേ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതാരാണ്, ഏത് പിന്നെ സർക്കാരാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഞാനത് എടുത്തു പറയേണ്ട കാര്യമില്ല. അതുപോലെ നമുക്കിന്ന് മനസ്സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മക്കൾ കോളേജുകളിലും സ്കൂളുകളിലും സമാധാനത്തോടെ പഠിക്കുന്നുണ്ടോ? നമുക്കിന്നെ കേന്ദ്രം വിടാം, നമ്മുടെ സർക്കാരിലേക്ക് വരാം. അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത്? അവർ ആദ്യത്തെ 5 വർഷം ചെറിയ മീനിനെ ഇട്ടു, വലിയ മീനുകളെ പിടിക്കാൻ കണക്കിന് 5 വർഷം അവർ അങ്ങനെ തട്ടിമുട്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാണിച്ച് വരുത്തി തീർത്ത് അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ടോ എല്ലാത്തിനും വില കൂട്ടിയത് പോട്ടെ. കോളേജുകളിൽ നമ്മുടെ യൂണിയൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. കാരണം നമ്മളെ കാലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. കോളേജിനകത്ത് കയറാനോ ഇല്ലെങ്കിൽ സ്കൂളുകളിൽ കയറാനോ പറ്റാത്തൊരവസ്ഥയിലിട്ട് വന്നിരിക്കുന്നു. നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞാലോ? ഇനിയുള്ള തലമുറകൾക്ക് എന്താണ് ഗ്യാരണ്ടി സമാധാനത്തോടെ പോയി പഠിക്കാൻ പറ്റുമെന്നുള്ളത്? നമുക്ക് തന്നെ നമ്മളെ കൺമുമ്പിൽ കാണാം. മേഘന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി, മേഘന രഞ്ജിത്ത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇപ്പോൾ നടക്കുന്ന പോലീസുകാരുടെ അക്രമത്തിന് ഇരയായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രംഗം നമുക്കറിയാം. ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഇവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പോലീസുകാരെല്ലാം ഇവരുടെ അടുക്കളയിൽ ഇരിക്കണമെന്നാണോ? പക്ഷേ ഇരുത്തുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നെടുമങ്ങാട്ടുള്ള ഷൈജു. പുള്ളിക്കാരനെ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് പുള്ളി ജീവൻ ഒടുക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല അപൂർവം ചില പോലീസുകാർ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബാക്കിയുള്ളവരെ ഇവർക്ക് അടിമത്തത്വമാക്കി വെച്ചിരിക്കുന്നു. അവരുടെ വീടുകളിൽ തുണി നനയ്ക്കാനും അവർക്ക് അരിയും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും വേണ്ടി ഡ്രൈവേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പോലീസുകാരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണോ വേണ്ടത്? ഇതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? പഠിച്ചു വന്ന് കഷ്ടപ്പെട്ട് കലകൾ പഠിച്ചു വന്നിട്ട് അവർ ഒന്ന് അവതരിപ്പിക്കാൻ പോലും പറ്റാതെ, വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ രാത്രിക്ക് രാത്രി അവർ കാത്തിരുന്ന് സ്കൂളുകളിൽ, എന്നിട്ടും അവരെന്ത് കാണിച്ചു? 2-1 പക്ഷം കാണിച്ചു. എനിക്ക് പറയാനുള്ളത്, കോളേജുകളിൽ ഒരിക്കലും രാഷ്ട്രീയം പാടില്ല.
കുഞ്ഞുങ്ങൾ സന്തോഷത്തോടും ഐക്യതയോടും പഠിക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിൻ്റെ കോളേജുകളിൽ കാട്ടിക്കൂട്ടിയ SFIക്കാരന്മാരുടെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ലല്ലോ. അതിന് ഇരയായതോ സിദ്ധാർത്ഥ്. അങ്ങനെ എത്ര കാര്യങ്ങളാണ് നമ്മളെ കൺമുമ്പിലുള്ളത്. ഒരു നേരത്തെ ആഹാരത്തിന് ഇന്ന് അലയുന്ന ഉണ്ടോ? റേഷൻ കടകളിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവരിനി വന്നാൽ നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ, നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മൾ ആർക്കൊപ്പം നിൽക്കണം, നമ്മൾ ആരെ കൊണ്ടുവരണം, ആർക്ക് നമ്മൾ വോട്ടിടണമെന്ന് നമ്മൾ ചിന്തിക്കുക. എന്നും ഒരാൾ തന്നെ ഭരിക്കാതെ മാറ്റി ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ, നല്ലതല്ലേ? പക്ഷേ അഴിമതിയും അക്രമവും കാണിച്ചവരെ എടുത്ത് ഉയർത്തേണ്ട കാര്യമില്ല. സമാധാനത്തോടും നമ്മുടെ കാര്യങ്ങൾ അർഹതപ്പെട്ടത് വാങ്ങിത്തരാൻ കഴിയും എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ടിടുക, അവരെ വിജയിപ്പിക്കുക. അല്ലാതെ നമ്മൾ വല്ലവർക്കും വോട്ടിട്ട് അർഹതയില്ലാത്തവന്മാരുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് അത് ഈ നശിപ്പിച്ചതിനേക്കാളും ഇനി കൂടുതൽ നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇങ്ങനെ പോയാൽ നാട് എങ്ങോട്ടാണ്? എവിടെ നോക്കിയാലും സമാധാനക്കേട്. ഇങ്ങനെയായിരുന്നോ മുൻകാലങ്ങളിൽ? ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇത്രയും അഴിമതികളുണ്ടായിരുന്നു, വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും കൊള്ളയും കൊലയും ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്ദിരാമ്മ പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ ഇന്ത്യയെ നമ്മൾ രക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കേണ്ടത്, നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് വല്ലവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നശിപ്പിക്കാതിരിക്കുവാൻ, സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ, നമ്മുടെ മക്കൾ സമാധാനത്തോടെ കോളേജുകളിലും സ്കൂളുകളിലും പോയി വരുവാൻ, യാത്രയിൽ പോയി വരുവാൻ നമ്മൾ അറിഞ്ഞ് വോട്ടിടുക മറക്കരുത്.